ഹായ് ഗൈസ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കുറച്ച് കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർണിയറിൻ്റെ ക്ലെൻസർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിൽ മുഖത്തെല്ലാം തേക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം തേക്കുന്നില്ല, ബാക്കി എല്ലാ സ്ഥലത്തായിട്ട് നന്നായിട്ട് ഓയിൽ തേക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കും. കണ്ണിൻ്റെ അവിടെ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് ഒരു കരി എഴുതിയിട്ടുണ്ട്, കൺമഷി എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഫുള്ള് മുഖത്ത് ഫുള്ള് ഭയങ്കരമായിട്ട് കറുപ്പാവും. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് മുഖത്ത് ഫുള്ളാവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഫേസിലുള്ള ബാക്കിയുള്ള കോമ്പാക്ട് കാര്യങ്ങൾ ഫൗണ്ടേഷനൊക്കെ ഞാൻ എണ്ണ തേച്ചിട്ട് തുടച്ചെടുക്കും. അതിനുശേഷമാണ് ഞാൻ ലാസ്റ്റ് കണ്ണ് തുടയ്ക്കാൻ പോകാറുള്ളൂ. ഒരു ട്രിപ്പ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി ഓയിൽ ഫേസിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അത് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലാണ് കുറേ നമ്മുടെ ഫേസിൽ നിന്ന് പോകുള്ളൂ. ഫേസിലുള്ള കുറേയൊക്കെ ഞാൻ തുടച്ച് മാറ്റിയതിന് ശേഷം ലാസ്റ്റ് ഞാൻ കണ്ണിൻ്റെ അവിടെ എണ്ണ തേച്ചിട്ട് പതിയെ എടുക്കുക ചെയ്യാം. പക്ഷേ ഞാൻ ഐലാഷസ് എടുക്കാനായിട്ട് മറന്നുപോയി. അത് കാരണം തുടച്ചപ്പോഴാണ് എൻ്റെ കിട്ടിയത്. എന്നിട്ട് അത് ഞാൻ പതിയെ ആ ഒരു ഭാഗത്ത് കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം നിരത്തക്ക വിധത്തിൽ ആ കൺമഷി ഒരുപാട് പാടില്ലാത്ത രീതിയിൽ ഞാൻ അതങ്ങനെ തുടച്ചെടുക്കും. നമ്മുടെ ഈ പിരികത്തിൻ്റെ അവിടെയാണ് ഒരുതരം പശ തേക്കുന്നുണ്ട്, എന്നിട്ടാണ് പിരികം വരയ്ക്കുന്നത്. അപ്പോൾ ആ പശ നമ്മുടെ പിരികത്തായിട്ട് നല്ലതായിട്ട് ഉണങ്ങി ഒട്ടി പിടിച്ചിരിക്കുക, അത് പോകാൻ നല്ല പാടാണ്. അപ്പോൾ അതൊന്ന് കളയാനായിട്ട് എനിക്ക് അത്ര പെട്ടെന്ന് പറ്റിയില്ല. അപ്പോൾ അത് കുറച്ച് നമ്മളിങ്ങനെ എണ്ണയൊക്കെ തേച്ചൊന്ന് തുടച്ചെടുക്കുമ്പോഴത്തേനും അത് വരുള്ളൂ. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നല്ല വയറുവേദനയും തലവേദനയും ഒക്കെ കൂടായിട്ട് ഞാൻ ആകെ ക്ഷീണിച്ചായിരുന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിമൂവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ കിടന്ന് ഉറങ്ങുക ചെയ്ത്. പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഞാൻ ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രാത്രിയിൽ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് 10-10 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ എനിക്ക് അതിനുള്ള ടൈമില്ല, അത് റിമൂവ് ചെയ്ത് കളയാനായിട്ടുള്ള ടൈമില്ല. കാരണം ഒരു അരമണിക്കൂർ എന്തായാലും അതിന് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒട്ടും പറ്റുണ്ടായിരുന്നില്ല, ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേഗം തന്നെ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ ഒരുവിധം നമ്മുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് തലയിൽ കുറച്ച് ജെല്ല് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ ഇത്തിരി പാടായിരിക്കും, അതിന് കുളിക്കുമ്പോഴേ പോകുള്ളൂ. പിന്നെ കഴുത്തിൻ്റെ അവിടെയും ചെവിയുടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒന്നും കൂടി എണ്ണ വെച്ചിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കും. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ഗാർണിയറിൻ്റെ ക്ലെൻസർ എടുത്തിട്ട് ആ തുണിക്കകത്ത് വെച്ചിട്ട് ഒന്ന് തുണിയിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ആ തുണി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ബാക്കി കംപ്ലീറ്റ് എന്തെങ്കിലും ചെറുതായിട്ട് അവിടെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് പോകാനായിട്ട് ഇത് കുറച്ച് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചിലരാണെങ്കിൽ വെറ്റ് വൈപ്സ് വെച്ചിട്ട് തുടച്ചെടുക്കാറുണ്ട്, പക്ഷേ അത് കുറേ വേണ്ടി വരും അങ്ങനെ തുടയ്ക്കും. ഞാൻ ആദ്യം അത് വെച്ച് തുടയ്ക്കായിരുന്നു, പക്ഷേ അത് വെച്ച് തുടയ്ക്കുമ്പോൾ കുറേ വേണ്ടി വരും. പിന്നെ ക്ലെൻസർ ഉണ്ടെങ്കിൽ ക്ലെൻസർ വെച്ച് തുടയ്ക്കാം. പക്ഷേ എനിക്ക് ക്ലെൻസർ വെച്ച് തുടയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കണ്ണൊക്കെ പോകുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഫീൽ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലെൻസർ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ കംപ്ലീറ്റ് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. ഒരു 2-3 പ്രാവശ്യം ഞാൻ ക്ലെൻസർ വെച്ചിട്ട് ഒന്നും കൂടി വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോട്ടൻ്റെ തുണികളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുമ്പോഴത്തേന് സെറ്റ് ആവും. പക്ഷേ ഹെയറിലുണ്ടായിരുന്ന നമ്മുടെ ജെല്ല് വെച്ചിട്ടുണ്ട്, ആ ജെല്ല് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചാൽ മാത്രമേ അത് പോകുള്ളൂ. അപ്പോൾ അത് കുളിക്കുമ്പോഴേ അത് പോകുള്ളൂ. ഇപ്പം ഞാൻ എന്തായാലും കുളിക്കില്ല, കുറച്ച് ഞാൻ കുളിക്കുള്ളൂ, അപ്പോഴത്തേനും അത് കഴുകിക്കളയും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാനൊരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനൊരു ലിപ് ബാം ഇടുന്നുണ്ട്. അത് നമ്മൾ ഫേസിൽ ഒരുപാട് നല്ല ഹാർഡായിട്ട് റബ്ബ് ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ലിപ് ബാമും കൂടി പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.